അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും പുതിയ വാഹനമല്ല, ഇറങ്ങിയിട്ട് കുറച്ച് കാലമായ ഒരു വാഹനമാണ്. ഏറ്റവും പുതിയ വാഹനം എന്റെ വലത് കയ്യിൽ ഇരിപ്പുണ്ട്, ഈ കാണുന്നതാണ്. അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ. അപ്പൊ നമുക്ക് ഈ വാഹനത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ നോക്കാം. അതായത് റോയൽ എൻഫീൽഡ് ക്ലാസിക് സിഗ്നൽസിന്റെ കുറച്ച് വിശേഷങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു യൂസർ റിവ്യൂ ആണ്. നമ്മുടെ കാർത്തിക് ഈ ഒരു വാഹനം സെക്കൻഡ് ഹാൻഡ് മേടിച്ചാണ് കേട്ടോ. അപ്പം ഇത്രയും നാൾ മേടിച്ച് ഉപയോഗിച്ച കാർത്തിക്കിന്റെ കുറച്ച് അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ വാഹനത്തെക്കുറിച്ച്. ഇതിനെ പറയാനുള്ളത്, ഇത് റോയൽ എൻഫീൽഡ് വളരെ യുണീക്ക് ആയിട്ട് ഇറക്കിയ ഒരു വാഹനമാണ്. അതായത് ഈ നമ്പർ കണ്ടോ, ഈ നമ്പർ ഓരോ വാഹനത്തിനും ഓരോ യുണീക്ക് നമ്പേഴ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഈ ടാങ്ക് കവർ ഉണ്ടല്ലോ, ഈ കവർ ശരിക്കും കാണുമ്പോൾ കുറച്ച് ബോറാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇതിലൂടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ടാങ്ക് ഗ്ലോസി ഫിനിഷ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അല്ലെ. അപ്പൊ ഇതിൽ ഉറപ്പായിട്ട് സ്ക്രാച്ച് വീഴും, അല്ല പിന്നെ PPF അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഇപ്പൊ PPF ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു കവർ ഇട്ടാണ് ഇതിനെ നമ്മൾ സംരക്ഷിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ഈ ഒരു വാഹനത്തിനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ഇവിടെ വന്നത്. അതായത് റിസർവ് ആകുമ്പോഴുള്ള ഒരു ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ഇവിടെ നമുക്ക് മീറ്ററിൽ കാണാൻ സാധിക്കും. അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ക്ലാസിക്കുകൾക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതൊക്കെ ആദ്യമായിട്ട് വന്ന ഈ ഒരു വാഹനത്തിൽ തന്നെയാണ്. ഇത് കാർബറേറ്റർ മോഡലാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷെ ഇതിന്റെ പുതിയ മോഡൽ ഇപ്പൊ ഇറങ്ങുന്നത് ഫ്യൂവൽ ഇൻജക്ടർ ആണ്. മൈലേജ് എന്ന് പറയുമ്പോൾ ഏകദേശം 41 നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് ഈ വാഹനത്തിന്. അത് ഈ മോഡൽ ഒരു വാഹനത്തിന് നല്ല മികച്ചൊരു മൈലേജ് തന്നെയാണ് 41 എന്ന് പറയുന്നത്. അതായത് റോയൽ എൻഫീൽഡ് ആദ്യമായിട്ട് ABS ഒക്കെ ഇറക്കിയത് ഈ ഒരു വാഹനത്തിലാണ്. അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ABS ഉള്ള ഒരു വാഹനം ഓടിക്കുന്നത് ഇതാണ്. അതിൻ്റെതായ ഒരുപാട് പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ വൈബ്രേഷന്റെ ലെവൽ ഒരു പരിധി വരെ ആദ്യമായി കുറച്ചത്. അതായത് അതിനു മുമ്പുള്ള റോയൽ എൻഫീൽഡ് വാഹനങ്ങൾക്ക് എപ്പോഴും നമ്മുടെ പരാതി എന്ന് വെച്ചാൽ വൈബ്രേഷൻ ആണെന്നാണ്. ഈ വാഹനത്തിനാണ് ശരിക്കും വൈബ്രേഷൻ ഒരു അല്പം കുറഞ്ഞു വന്നത്. നമുക്ക് എന്തായാലും ഈ വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കിയുള്ള എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എങ്കിലും നമുക്ക് ഇത്രയും നല്ലൊരു മനോഹരമായ ഒരു വഴി കിട്ടിയിട്ട് ഒന്ന് ഓടിച്ചു നോക്കണമല്ലോ. അത് നമുക്ക് എന്തായാലും നോക്കാം. വലിയ വൈബ്രേഷൻ ഒന്നും ഇല്ല, കാരണം പഴയ ക്ലാസിക്കൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വൈബ്രേഷൻ അല്ലായിരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഗ്ലാസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് കേട്ടോ, തീർത്തും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിലും എന്റെ കയ്യിലൊക്കെ നോക്കിയാൽ മതി, പണ്ടത്തെ ഒരു വൈബ്രേഷൻ ഒന്നും എന്തായാലും വാഹനത്തിനില്ല. ഓക്കെയാണ്. നമുക്ക് ഈ ഹാൻഡിൽ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വളരെ കംഫർട്ടാണ് റൈഡിങ്ങിന്. ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന ഒരാൾക്ക് ഒട്ടും തന്നെ നടുവേദനയോ തോളിന് വേദനയോ ഒന്നും എടുക്കത്തില്ല ഈ. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സീറ്റാണ്. അതായത് ക്ലാസിക് 350 മോഡൽസിന് ഇങ്ങനെ ഒരു സീറ്റ് അല്ല വരുന്നത്. ഇങ്ങനെ തന്നെയാണ്, പക്ഷെ ഇത് ശരിക്കും ക്ലാസിക് 500ന്റെ ഒരു സീറ്റാണ് ഈ 350ക്ക് നൽകിയിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത്രയും നാൾ ഉപയോഗിച്ച ഒരാൾ എന്ന നിലയിൽ കാർത്തിക് ഇപ്പം ഈ വണ്ടി മേടിച്ചിട്ട് ഏകദേശം 2 വർഷത്തോളം ആയെന്ന് തോന്നുന്നു. അപ്പോൾ കാർത്തിക്കിനോട് ഞാൻ ചോദിച്ചറിഞ്ഞത് വെച്ചിട്ട്, ഇത് മാക്സിമം നിങ്ങൾക്ക് ഇതിന്റെ മെയിൻ്റനൻസ് എപ്പോൾ പണി വരുന്നോ അപ്പം തന്നെ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നത്തേക്ക് വെച്ചാൽ ഇരട്ടി പണിയാവും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം നിങ്ങൾ കൃത്യസമയത്ത് ചെയ്യുക. കൃത്യസമയത്ത് മെയിൻ്റനൻസ് കൊടുക്കുവാണെങ്കിൽ വണ്ടി നമുക്ക് അധികം പണിയൊന്നും തരത്തില്ല. അതായത് ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, അലൈൻമെന്റ് ചെയ്യേണ്ട സമയത്ത് അലൈൻമെന്റ് ചെയ്യണം. അതുപോലെ മെയിൻ്റനൻസ്, അതായത് ഈ ടയറൊക്കെ നമുക്കിപ്പോൾ വെട്ടിത്തേഴിട്ടുണ്ട്. ഇവിടെ വെട്ടിത്തേഴെന്ന് പറയുന്നത് നമ്മൾ കൃത്യസമയത്ത് അലൈൻമെന്റ് ചെയ്യാനിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് തുരുമ്പെടുക്കുന്നില്ല. ഇവിടെ എല്ലാം നമുക്ക് മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പെയിന്റ് ഒക്കെ പോകുന്നുണ്ട്. ഇത് കേട്ടോ, ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നുണ്ട് പെയിന്റ് എല്ലാം. അതുപോലെ എഞ്ചിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പെയിന്റ് പൊളിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പോരായ്മ എന്ന് എനിക്ക് തോന്നി, ഇതുണ്ടോ, ഇതിപ്പോ ചെറിയൊരു ഇളക്കമുണ്ട്. ഇതിന് ഇളക്കം എന്ന് വെച്ചാൽ ഇതിനകത്താണ് നമ്മുടെ എയർ ഫിൽട്ടർ ഇരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആക്കി വെച്ചിരുന്നെങ്കിൽ, അങ്ങനെ കമ്പനി ചെയ്തിരുന്നെങ്കിൽ എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. കാരണം പലർക്കും ഇതിനകത്ത് വെള്ളം ഇറങ്ങിയിട്ടൊരു മിസ്സിങ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വികാരം തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഈ വാഹനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിന്റെ ഒരു കളറും ഡെസേർട്ട് സ്റ്റോം അങ്ങനെ തന്നെയല്ലേ ഇതിന്റെ ഈ കളറിന് പറയുന്നത്. ഈ ഒരു കളറും ഈ ഒരു വാഹനം യുണീക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ വാഹനത്തിന്റെ ശബ്ദം കൂടി ഒന്ന് കേട്ട് കളയാം. കാരണം ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആൾക്കാർക്കൊക്കെ ആ ഒരു സൗണ്ടിലാണ്. ടയർ എന്ന് പറയുമ്പോൾ ഇത് കമ്പനി തന്ന ടയർ തന്നെയാണ് കേട്ടോ. ഈ ടയറിന് ഇതുവരെ മാറിയിട്ടില്ല. ഇത് 2019 മോഡൽ അല്ലടാ, 2019 മോഡൽ വാഹനമാണ്. ഇതിന്റെ ടയർ ഇതുവരെ നമ്മൾ മാറിയിട്ടില്ല. ബാക്കിലെ ടയറൊക്കെ ചെറുതായിട്ട് വിണ്ടു തുടങ്ങി, മാറേണ്ട ആവശ്യമുണ്ട്. ബാക്കി ടയർ എന്ന് പറയുമ്പോൾ 110ഉം ഫ്രണ്ട് ടയർ എന്ന് പറയുമ്പോൾ 90ഉമാണ് വരുന്നത്. നിലവിൽ ഫ്രീ സർവീസ് എല്ലാം കഴിഞ്ഞാണ്, അറിയാലോ. പെയ്ഡ് സർവീസിന് നമുക്ക് ആകുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് 2500-നും 3500-നും ഇടയ്ക്കാണ്.
എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ. കൂടുതലായിട്ടൊന്നും പറയാനില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ഒരു വാഹനത്തിന്റെ ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് വേറെ ഇതിന്റെ വീഡിയോസ് എല്ലാം കിട്ടും. എങ്കിലും നമ്മൾ വെറുതെ ചെയ്തെന്നുള്ളൂ. കാർത്തിക് ഈ ഒരു വാഹനം മേടിച്ചുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഇത് ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് വീഡിയോസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നല്ല മഴ കിട്ടും കേട്ടോ നമ്മൾ റിവ്യൂ എടുക്കും. എന്തായാലും ഇവിടെ വരെ വന്നിട്ട് ഇത് എടുക്കാതെ സ്ക്രീനെ കാണത്തില്ല.